നമസ്കാരം. ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ഫിനിഷർ ആരാണ്? ആദ്യമായിട്ട് പറയട്ടെ, ഈ വീഡിയോ ക്രിക്കറ്റിനെ കുറിച്ചല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് കടക്കാനായിട്ട് ക്രിക്കറ്റിന് ഉദാഹരണം എടുക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ഫിനിഷർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി, മൈക്കിൾ ബെവൻ, അങ്ങനത്തെ പേരുകളായിരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഇവരെല്ലാം വളരെ നല്ല ഫിനിഷേഴ്സ് ആണ് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ധോണിയുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിചിതമായ ഉദാഹരണം അതാണല്ലോ. അവസാന ഓവറുകളിൽ ധോണി ഫിനിഷ് ചെയ്തിട്ടുള്ള മത്സരങ്ങൾ അനവധിയാണ്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒരു മത്സരം ഉൾപ്പെടെ പലതും ക്രിക്കറ്റ് കാണാറുള്ളവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാവും. ഓസ്ട്രേലിയക്കെതിരെ 2012 നടന്നൊരു മത്സരമുണ്ട്. ക്രിക്കറ്റ് കാണാറുള്ളവർക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കൂ. അവസാനത്തെ ഓവർ വരെ എത്തിച്ച ഒരു കാര്യം ഫിനിഷ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ശരിക്കും അവരെ മാത്രമാണോ നമ്മൾ ഫിനിഷർ എന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? കളി അവസാനത്തെ ഓവർ വരെ എത്താതെ വളരെ നേരത്തെ തന്നെ വിജയത്തിൽ എത്തിച്ച് ആ കളിയെ ക്ലോസ് ചെയ്യുന്നവരും ഒരർത്ഥത്തിൽ ഫിനിഷേഴ്സ് അല്ലേ? മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ അവസാന ഓവർ വരെ എത്തിക്കുന്നവരെക്കാളും നല്ല ഫിനിഷർ അല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഏതൊരു കാര്യത്തിലും നമ്മൾ കമ്പാരിസന്റെ എലമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൈമറി പോയിന്റ് ഡൈല്യൂട്ടഡ് ആയി പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ, ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. നമുക്ക് ഒരു കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റൊരു കാര്യത്തെ ഇകഴ്ത്തുകയോ മറ്റൊരു കാര്യവുമായി കമ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അവസാനത്തെ ഓവറിൽ കളി തീർക്കുന്നവർ മാത്രമല്ല, നേരത്തെ തന്നെ ചേസിങ് തീർത്ത് അവസാന ഓവർ വരെ എത്താതെ ക്ലോസ് ചെയ്യുന്നവരും വളരെ നല്ല ഫിനിഷേഴ്സ് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് ഈ ലാസ്റ്റ് ഓവറിൽ ഫിനിഷ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന അത്രയും അപ്രീസിയേഷൻ കിട്ടാറില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാവുന്നത്? നമുക്ക് ഒരു അവസാന ഓവറിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് ആ ഒരു ഓൺ സ്റ്റേജ് ആ ഒരു എഫക്റ്റ് ഉണ്ട്, അല്ലെ? ആ ഒരു ഡ്രാമ, ആ ഒരു അപ്പീൽ, ആ ഒരു കരിസ്മ ഉണ്ട്. ആ കരിസ്മ ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷെ അതില്ല എന്ന് വെച്ച് നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലെസ് ഡ്രാമാറ്റിക് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കരുത്. അവർ ചെയ്യുന്നതും എഫേർട്ടാണ്, അല്ലെ? ആ അവസാന സ്റ്റേജിൽ എത്തുന്ന റിസ്ക്കും എല്ലാം അവർ ഒഴിവാക്കുന്നുണ്ട്. ലാസ്റ്റ് ഓവർ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ വിൽ എൻഡ് അപ്പ് ഇൻ ട്രബിൾ. ഈവൻ ധോണിക്ക് തന്നെയും കരിയറിന്റെ അവസാന സ്റ്റേജുകളിൽ ഈ ഒരു പ്രശ്നം ചെറുതായിട്ട് നേരിടേണ്ടി വന്നിരുന്നു. ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം. ലാസ്റ്റ് വരെ എത്തിച്ച് ഫിനിഷ് ചെയ്യുക, ടേക്കിംഗ് ഇറ്റ് ഡൗൺ ടു ദ ലാസ്റ്റ് എന്നുള്ള മെത്തേഡ് കുറേശ്ശെ ഫെയിൽ ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഏതൊരു മേഖലയിലും ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെ? ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രിവെന്റേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും നമ്മൾ എപ്പോഴും ശീലിക്കണം. അവർക്ക് ഡ്രാമ കുറവായിരിക്കും, അവർക്ക് തിയേറ്ററിക് ഇഫക്ട്സ് കുറവായിരിക്കും, പക്ഷേ ദേ ആർ ഡൂയിങ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഈ ഉദാഹരണം ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ ചില ഫീൽഡുകളിലേക്ക് കിടക്കാം. ഇപ്പം ഞങ്ങളുടെ ജോലിയിൽ മെഡിക്കൽ പ്രൊഫഷനിൽ വലിയ വലിയ സർജറികൾ ചെയ്യുന്നവർ, അല്ലെ, ന്യൂറോ സർജൻസ്, കാർഡിയാക് സർജൻസ്, അവരെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കലാമിറ്റി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും അവരെ പൂർണ്ണമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ലൈഫ് സേവിങ് ആയിട്ടുള്ള അവരുടെ വർക്ക്സിനെ പൂർണ്ണമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അവരെ പോലെ തന്നെ അവർക്ക് കിട്ടുന്ന അത്രയും ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു കരിസ്മ കിട്ടാതെ ഒരുപാട് പേര് പ്രിവെൻറ്റീവ് മെഡിസിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ, ലൈഫ് സ്റ്റൈൽ അഡ്വൈസ്, ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്തരം കാർഡിയാക് ഡിസീസസിന് വരാതിരിക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ട എഫേർട്ടാണ് ബിഹൈൻഡ് ദ സീൻസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു അസുഖം വന്നിട്ട് അതൊരു ലൈഫ് ത്രെറ്റനിങ് സ്റ്റേജിൽ എത്തിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അതേ പ്രാധാന്യവും അതേ വിലയും അതേ കൺസിഡറേഷനും അതേ അപ്രീസിയേഷനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുന്നവർക്കും വേണം, അല്ലേ? നമ്മുടെ സോഷ്യൽ പ്രിവെൻറ്റീവ് മെഡിസിൻ SPM എന്ന് പറഞ്ഞ മേഖലയിൽ ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ദേ ഡോണ്ട് യൂഷ്വലി ഗെറ്റ് ദ ബിഗ് അപ്ലോസ് ദാറ്റ് അതർ ഫെലോസ് ഗെറ്റ് എന്നുള്ളത് അത് സത്യമല്ലേ, അല്ലേ? ഇപ്പം നമ്മളൊരു പീഡിയാട്രിക്സ്, ഞങ്ങളുടെ മേഖല തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇമ്മ്യൂണൈസേഷൻസ് ചെയ്യുക എന്നുള്ളത്, അതിന് കറക്റ്റ് അഡ്വൈസ് ചെയ്യുക, കറക്റ്റ് ഡയറ്ററി അഡ്വൈസ് കൊടുക്കുക, നമുക്ക് കുട്ടികളെ റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കോമൺ മിസ്റ്റേക്സ് തിരുത്താനും അവോയ്ഡ് ചെയ്യാനുള്ള അഡ്വൈസ് കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് ഡു നോട്ട് ഗിവ് യുവർ ഫോൺ ടു യുവർ ചൈൽഡ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏർലി വീനിങ്ങിൻ്റെ അഡ്വൈസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഡൂയിങ് എ ഗുഡ് പ്രിവെൻറ്റർ റോൾ, അല്ലേ? സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ള ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുകയാണ്, അതിലേക്ക് കുട്ടികൾ പോകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവർ ചെയ്യുന്നത്. പല അസുഖങ്ങളും വരാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് നമ്മൾ ടൈംലി ഇമ്മ്യൂണൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നതോടെ ചെയ്യുന്നത്, അല്ലേ? ഇനി ഒരു അഡൽട്ട് ഡോക്ടറുടെ കാര്യം എടുത്താൽ, ഫിസീഷ്യൻ്റെ കാര്യം എടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഒരു കോമൺ ഡോക്ടറുടെ കാര്യം എടുത്താലും ഡെയിലി എക്സസൈസ്, റുട്ടീൻ സ്ക്രീനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്നവരും ഒരു പ്രിവെൻറ്റർ റോൾ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സെർവിക്കൽ ക്യാൻസർ വാക്സിൻ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് 9 to 14 year old, എസ്പെഷ്യലി ഗേൾസ്. പിന്നെ അഡൽട്സ് ആണെങ്കിലും ബിഫോർ 45 years ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക്, ബിക്കോസ് പ്രിവെൻറ്റബിൾ ക്യാൻസറായ സർവിക്സ്, കാർസിനോമ സർവിക്സിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയണ്ടേ. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ക്രിക്കറ്റിംഗ് ഫീൽഡിലാണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും ഒരു പ്രശ്നം, ഒരു കലാമിറ്റി, ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ടെൻസ് സിറ്റുവേഷൻ ഉണ്ടാകാതെ അതിന് മുമ്പ് തന്നെ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുകയോ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് റിസോൾവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളും ഒരു കലാമിറ്റിയിൽ ധീരമായി ആക്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന അതേ അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് റോഡ് ആക്സിഡൻസ്, പ്രളയങ്ങൾ, ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രളയമുഖത്ത് വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിയമങ്ങൾ പാലിക്കുകയും നിയമങ്ങൾ പാലിക്കണമെന്ന് അനുശാസിക്കുകയും അത് ഉറപ്പുവരുത്തുകയും സ്വന്തമായിട്ട് നിയമങ്ങൾ പാലിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രിവെൻറ്ററാണ്. അപ്പോൾ ഇന്നലെ കോങ്കോയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ബോട്ട് ഓവർലോഡായിട്ട് പറഞ്ഞു. അവിടെ അതിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്തവർ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു കലാമിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ ആരെങ്കിലും വർക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? അപ്പോൾ പ്രിവെൻറ്റേഴ്സ് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവ വേണ്ടത്ര ശക്തമാകാത്ത അവസ്ഥയിൽ കലാമിറ്റീസിനുള്ള ചാൻസ് കൂടും. പ്രിവെൻറ്റേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ കൂടുതലായിട്ട് അവർ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുള്ളൂ അല്ലേ? ഏതൊരാൾക്കും അപ്രീസിയേഷൻ ആവശ്യമാണ്. സോ വി ഹാവ് ടു റൈസ് ആൻഡ് ഡെവലപ്പ് ദ കൾച്ചർ ഓഫ് അപ്രീഷിയേറ്റിംഗ് ആൻഡ് അക്നോളജിങ് ദ പ്രിവെൻറ്റേഴ്സ് അല്ലേ? ഇനി നമുക്ക് ക്രിക്കറ്റും മെഡിക്കൽ ഫീൽഡും എല്ലാം കൂടെ നമ്മുടെ റിയൽ ജീവിതത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ വാക്കുകളുടെ അടിമയും പറയാത്ത വാക്കുകളുടെ ഉടമയുമാണെന്ന് പറയാറുണ്ട്. ആവശ്യമില്ലാത്തടത്ത് ട്രിഗേർഡായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നത് വഴി നമ്മൾ എത്രയോ തർക്കങ്ങളാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. തർക്കങ്ങളുടെ പേരിൽ വേസ്റ്റ് ചെയ്യപ്പെടുന്ന എത്രയോ ദിവസങ്ങളാണ് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക. നമുക്ക് വേറെ ആരുടെയും നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ലോകത്ത് ഒരാളുടെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നമ്മുടെ നാവിനെയും നമ്മുടെ പ്രവൃത്തിയും മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതെങ്കിലും നമുക്ക് കഴിയണം. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നത് വഴി കലഹങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളൊരു പ്രിവെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ബീറ്റ് ഇൻ യുവർ ഹോം, ബീറ്റ് അറ്റ് യുവർ വർക്ക് പ്ലേസ്, എവരിവെയർ യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ആസ് എ പ്രിവെൻറ്റർ. നോബഡി മൈറ്റ് അപ്രീഷിയേറ്റ് യു. പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ സ്വയം അറിയണം, ബാക്കി ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ഞാനൊരു പ്രിവെൻറ്ററായിട്ട് ഒരു ചെറിയ കാര്യത്തിലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായാൽ അതിന് അപ്രീസിയേഷൻ കിട്ടിയാൽ സന്തോഷം. ഇല്ലെങ്കിൽ തന്നെയും ഒരു പ്രിവെൻറ്ററായിട്ട് തുടരാൻ ആ പ്രിവെൻറ്റർ റോളിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അല്ലേ? ഈ അക്നോളജിങ് അപ്രീഷിയേറ്റിംഗ് എ പ്രിവെൻറ്റർ എന്നുള്ളതാണ് ബീയിങ് എ പ്രിവെൻറ്റർ എന്നുള്ളതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ്. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാൽ, ബാക്കിയുള്ള അങ്ങനെയുള്ളവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ, അക്നോളജ് ചെയ്താൽ, നമുക്ക് കഴിയുന്ന മേഖലകളിൽ പ്രിവെൻറ്ററായി മാറാൻ സാധിക്കും. റോഡ് നിയമങ്ങൾ പാലിക്കുക വഴി നമ്മൾ ആക്സിഡൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ നിയമങ്ങളും കറക്റ്റായിട്ട് പാലിക്കുക വഴി നമ്മൾ അതിലുണ്ടാകുന്ന പല കലാമിറ്റീസിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പല പ്രശ്നങ്ങളും നമ്മൾ ആക്സിഡൻറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്ന പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ആക്സിഡൻസ് അല്ല, നമ്മൾ നിയമങ്ങളോട് കംപ്ലൈ ചെയ്യാതിരിക്കുന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഓഫ് ദ സോ കോൾഡ് ആക്സിഡൻസ് ഇഫ് യു ഫോളോ ദ റൂൾസ് ആൻഡ് ഇഫ് യു റിമെയിൻ സെൻസിബിൾ ആൻഡ് സെൻസിറ്റീവ്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിയുന്നത്ര മേഖലകളിൽ പ്രിവെൻറ്റേഴ്സായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം. സ്വന്തം ഹെൽത്ത് ആണെങ്കിലും, വീട്ടിലെ സമാധാനമാണെങ്കിലും, ജോലി സ്ഥലത്തെ സമാധാനമാണെങ്കിലും, റോഡ് ആക്സിഡൻസ് ആണെങ്കിലും, വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെങ്കിലും, തെരുനായ പോലത്തെ പല പ്രശ്നങ്ങളും വേസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് സംസ്കരിച്ചാൽ നമ്മൾ ആ തെരുവുനായ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഇഷ്യൂ ഒഴിവാക്കുന്നതിൽ നമ്മുടേതായ ചെറിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഒരാൾ ചെയ്തുകൊണ്ടൊന്നും മുഴുവനായിട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഞാൻ മാറാതെ മറ്റൊരാളോട് മാറാൻ പറയാൻ എനിക്ക് അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്ക് ഈ ചിന്താഗതി പുലർത്താം. ആം ഐ അപ്രീഷിയേറ്റിംഗ് ദ പ്രിവെൻറ്റേഴ്സ്, ആം ഐ ബീയിങ് എ പ്രിവെൻറ്റർ? ഇത് രണ്ടും നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരുത്താൻ ശ്രമിക്കാം. അക്നോളജ് ആൻഡ് അപ്രീഷിയേറ്റ് ദ പ്രിവെൻറ്റേഴ്സ് ആൻഡ് ട്രൈ ടു ബി എ പ്രിവെൻറ്റർ. ഒരുപാട് ഉദാഹരണങ്ങൾ വേണ്ട, ഇത് ക്ലിയർ ആയെന്നുള്ളത് വിശ്വസിക്കുന്നു. സോ ഈ ഒരു കൾച്ചർ നമുക്ക് റേസ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. താങ്ക് യു. ഇനി ഏതൊരു പ്രശ്നം, ഏതൊരു കലാമിറ്റി കാണുമ്പോഴും ഈ ഒരു കാര്യം, ഈ ഒരു ആംഗിൾ എപ്പോഴും ചിന്തിക്കുക. കലാമിറ്റി കാണുമ്പോൾ മാത്രം പോരാ, അല്ലാത്തപ്പോഴും ചിന്തിക്കണം. ടു ബിഗിൻ വിത്ത് അറ്റ്ലീസ്റ്റ് കലാമിറ്റീസ് കാണുമ്പോഴെങ്കിലും ചിന്തിക്കുക. പിന്നെ നമ്മുടെ എല്ലാ മേഖലയിലേക്കും ആ ചിന്ത വ്യാപിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.